എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 2-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. 2026 മാർച്ച് മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചു. ഈ മാസവും വാണിജ്യ സിലിണ്ടർ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. 19 കിലോ തൂക്കം വരുന്ന വാണിജ്യ സിലിണ്ടറിന് 29 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. ഇതോടെ ഒരു സിലിണ്ടറിന് 1776 രൂപ എന്ന ശരാശരി വിലയായിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന് 14.2 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിൽ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. 2026 ജനുവരിയിലും ഫെബ്രുവരിയിലും വില വർധനവ് വരുത്തിയിരുന്നു. ജനുവരി 111 രൂപയും ഫെബ്രുവരിയിൽ 19 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ബേക്കറികൾ, തട്ടുകടകൾ നടത്തുന്ന ആളുകൾക്ക് വില വർധനവ് പ്രതിസന്ധി ഉണ്ടാക്കും. പാചകവാതകം ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം ഇനി. സപ്ലൈകോ ശബരി വെളിച്ചെണ്ണയുടെ വില കുറച്ചു. സബ്സിഡി 1/2 ലിറ്റർ സബ്സിഡിയും 1/2 ലിറ്റർ സബ്സിഡി ഇല്ലാതെയും ഇനി 269 രൂപയാണ് 1 ലിറ്റർ പാക്കറ്റിന് നൽകേണ്ടി വരുന്നത്. അത് 1 ലിറ്റർ വാങ്ങാം. സബ്സിഡി ഇല്ലാതെയും എണ്ണ വാങ്ങാം. അതിന് വില വരുന്നത് 289 രൂപയാണ്. 2 ഇനത്തിലും 20 രൂപയുടെ കുറവാണ് വരുത്തിയിട്ടുള്ളത്. ഓരോ റേഷൻ കാർഡുള്ളവർക്കും ഇത് ഉൾപ്പെടെയുള്ള സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും വാങ്ങാവുന്നതാണ്. സംസ്ഥാനത്ത് നാളെ റേഷൻ കടകൾ അവധിയാണ്. ചൊവ്വാഴ്ച മുതലാണ് സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക എങ്കിലും ആറ്റുകാല പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിൽ ചൊവ്വാഴ്ചയും റേഷൻ കടകൾ അവധിയായിരിക്കും. പൊതു അവധിയാണ് ചൊവ്വാഴ്ച തിരുവനന്തപുരം ജില്ലയിൽ മാത്രം. ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും റേഷൻ കടകൾ ചൊവ്വാഴ്ച മുതൽ തുറന്ന് പ്രവർത്തിക്കും. മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയരുമെന്ന് റിപ്പോർട്ട്. മധ്യേഷ്യയിലെ യുദ്ധഭീതി കാരണം ക്രൂഡ് ഓയിൽ വിതരണം തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് വില വർദ്ധിക്കുന്നത്. വിപണിയിൽ ബ്രാൻഡ് ക്രൂഡ് ഓയിൽ വില $70 മുകളിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള കപ്പൽ ഗതാഗതം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട്. ലോകത്തെ 80% എണ്ണ ചരക്ക് നീക്കം നടക്കുന്ന കടലിടുക്കാണിത്. യുദ്ധം ഉടനെ അവസാനിച്ചില്ല എങ്കിൽ ഇന്ത്യയിൽ വലിയ തോതിൽ തന്നെ എണ്ണ വില ഉയരും. 2 ആഴ്ചക്കകം യുദ്ധം നീളുകയാണ് എങ്കിൽ നമ്മുടെ രാജ്യത്ത് 20 മുതൽ 50 രൂപ വരെ പെട്രോൾ, ഡീസൽ വിലയിൽ വർധനവ് ഉണ്ടായേക്കും എന്ന് വിദഗ്ധർ പറയുന്നു. യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസി നമ്പറാണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ കേരളീയരായിട്ടുള്ള മലയാളികൾക്കായി നോർക്ക ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചത്. സഹായം ആവശ്യമുള്ള പ്രവാസികൾക്ക് നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൽ ഹെൽപ്പ് ലൈൻ ഡെസ്ക് നമ്പറായിട്ടുള്ള 918802012345 എന്ന അന്താരാഷ്ട്ര മിസ് കോൾ സൗകര്യം ലഭ്യമായിട്ടുള്ള നമ്പറിലോ 1800 42 53 939 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ഇന്ത്യയിൽ നിന്നും വിളിക്കാവുന്നതാണ്. പൗരന്മാർ അതാത് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസിയുടെയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നോർക്ക റൂട്ട്സ് അറിയിച്ചു. യുദ്ധഭീതിയിൽ സ്വർണ്ണവില കുതിക്കുകയാണ്. ഇറാനിൽ ഇസ്രായേലും US-ഉം ആക്രമണം തുടരുന്നതിന് പിന്നാലെ സ്വർണത്തിൽ വലിയ വർധനവാണ് ഇന്നും രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാധാരണഗതിയിൽ ഞായറാഴ്ച സ്വർണ്ണവിലയിൽ മാറ്റം വരാറില്ല. ഗ്രാമിന് 400 രൂപ വർദ്ധിച്ച് 15,865 രൂപയായി. പവന് 3,200 രൂപ വർദ്ധിച്ച് 1,26,920 രൂപയുമായിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി 8,000 രൂപയോളമാണ് വർദ്ധിച്ചത്. മറ്റൊരു അറിയിപ്പ്. സംസ്ഥാനത്തെ SMA രോഗബാധിതർക്കുള്ള സൗജന്യ മരുന്ന് 25 വയസ്സുവരെ നീട്ടി. സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റേതാണ് ഉത്തരവ്. നേരത്തെ 12 വയസ്സുവരെയാണ് ഈ മരുന്ന് സൗജന്യമായി നൽകിയിരുന്നത്. കഴിഞ്ഞ ബജറ്റിൽ ഇതിന് 30 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഈ രോഗബാധിതരായിട്ടുള്ള കുട്ടികളുടെ ദീർഘകാലത്തെ ആവശ്യം പരിഗണിച്ചാണ് ഈ തീരുമാനം. കേരളത്തിലെ SMA ബാധിതരായിട്ടുള്ള 80% രോഗികൾക്ക് നടപടി ആശ്വാസമാകും എന്നാണ് കരുതുന്നത്. രോഗികളുടെ ജനിതക പരിശോധന വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാകും മരുന്ന് വിതരണം ചെയ്യുക. അപൂർവ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ചെലവേറിയതും ദീർഘകാലം വേണ്ടിവരുന്നതും
പരിഗണിച്ചാണ് 2024 സംസ്ഥാനം അപൂർവ രോഗ ചികിത്സയ്ക്കുള്ള സമഗ്ര പരിചരണ പദ്ധതി കെയർ ആവിഷ്കരിച്ചത്. ഇതുവഴി രോഗബാധിതരായ കുട്ടികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും ആരംഭിച്ചിരുന്നു. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്കായിരുന്നു ഇത് സൗജന്യമായി ലഭിച്ചിരുന്നത്. ഇതാണ് ഇപ്പോൾ 24 വയസ്സുവരെ നീട്ടിയിട്ടുള്ളത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച മുതൽ പെൻഷൻ വിതരണം വീണ്ടും സജീവമാകും. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റിലൊന്ന് പരിശോധിക്കണം. 25-ാം തീയതി മുതലാണ് സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചത്. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 എല്ലാം കുറവുള്ളത് ആ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും ശനിയാഴ്ച തന്നെ ആ തുക എത്തിയിരുന്നു. ഇനിയും എത്താത്ത ആളുകൾക്ക് തിങ്കളാഴ്ച ആ ഒരു തുക എത്തിച്ചേരുന്നതാണ്. കയ്യിൽ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ സജീവമായി തുടങ്ങിയിട്ടുണ്ട്. ചില സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ശനിയാഴ്ച പണം എത്താത്തത് കൊണ്ട് തന്നെ നാളെ അവർ പണം എടുത്തതിന് ശേഷം വീടുകളിൽ എത്തിച്ച് വിതരണം തുടരുന്നതാണ്. 5-ാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതാണ്. മാർച്ച് 12-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കും എന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുന്നത് 11-ാം തീയതിയാണ്. BJP പ്രകടന പത്രികയും അന്ന് പ്രഖ്യാപിക്കും. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ മാസം അവസാനത്തിന് മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപിക്കും. അതിനു മുമ്പ് പെൻഷൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏപ്രിൽ മാസത്തിലായിരിക്കും. കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ ഏറ്റവും സാധ്യത ഏപ്രിൽ മാസത്തിലാണ്, ഇല്ലെങ്കിൽ മെയ് ആദ്യം നടക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ മാർച്ച് മാസത്തേതിന്റെ വിതരണം മാർച്ച് 10-ന് ശേഷം നടപടികൾ ഉണ്ടാകും. മാർച്ച് 20-ന് മുമ്പ് സ്ത്രീകൾക്ക് പെൻഷൻ ലഭിക്കും. 10 ലക്ഷത്തോളം ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത് എങ്കിൽ 15 ലക്ഷത്തിലധികം ആളുകൾക്ക് 2-ാം ഘട്ടത്തിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 വിതരണം ചെയ്യും. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 25-ന് ശേഷം തന്നെയായിരിക്കും ഉണ്ടാകുക. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്താത്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് കമന്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും സേവന വെബ്സൈറ്റിൽ കയറിയിട്ട് പരിശോധിക്കണം. ആധാർ നമ്പർ വെച്ചോ അല്ലെങ്കിൽ പെൻഷൻ ID നമ്പർ വെച്ചോ ഇതിൽ കയറാവുന്നതാണ്. പെൻഷൻ ID നമ്പർ അല്ലെങ്കിൽ ആധാർ നമ്പർ നൽകുകയും പിന്നീട് വരുന്ന 5 അക്ക കോഡ് അടിച്ചതിന് ശേഷം ഇതിൽ ലോഗിൻ ചെയ്ത് പെൻഷന്റെ എല്ലാ വിവരവും അറിയാം. വിതരണം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതും, ഇല്ല മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്നും കാണാൻ സാധിക്കും. വിതരണം ചെയ്തിട്ടും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ